ഭാഗ്യലക്ഷ്മി ഈ സിനിമയ്ക്കകത്ത് 10 പേർ വില്ലന്മാരുണ്ടാവും. പക്ഷേ ബാക്കി 90 പിന്നെ നല്ല സ്വഭാവമുള്ള വളരെ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. അവരെ കാടടച്ച് വെടിവെക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല പവർണ, വെരി സോറി, ഞാൻ പിന്മാറുകയാണ്. വെരി സോറി. നമസ്കാരം. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിഷമതകൾ തുറന്നു കാട്ടിക്കൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടു. അതിൽ പല കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. ജോലിയിലെ അസമത്വം, നായികയ്ക്ക് കിട്ടുന്ന പ്രതിഫലം സൈഡ് റോൾ അഭിനയിക്കാൻ വരുന്നവർക്ക് കിട്ടുന്നില്ല, നായികയ്ക്ക് കിട്ടുന്ന കാരവൻ ഫെസിലിറ്റീസ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കിട്ടുന്നില്ല, രാത്രി പിന്നെ ചിലപ്പോൾ റൂമിൽ തട്ടി വിളിക്കുന്നു, അഡ്ജസ്റ്റ്മെൻറ്റിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും, ധാരാളം കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ചാനലിലെ സിംഹങ്ങൾ വളരെ ഘോരമായിട്ട്, ഇന്നിപ്പോൾ 24 ചാനലിൽ ഒരു അവതാരക ഇരുന്ന് ഗർജിച്ചത് 13 വയസ്സുള്ള പെൺകുട്ടിയെ പോലും പീഡിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങി നിൽക്കുന്ന നരാധമന്മാരുടെ സിനിമാ രംഗം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ കത്തിക്കയറുകയാണ്. അതിന് ജൂനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കൊടുത്ത മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം, അല്ലെങ്കിൽ ഒരു കയ്യടി ഈ ഭാഗ്യലക്ഷ്മി അർഹിക്കുന്നു. പാരസ് കഫലക്സോ ചൂടുള്ള ചായക്ക് ചൂടുള്ള വാർത്തകൾ. ഇന്നിപ്പോൾ ചർച്ച നയിച്ച ഇവരുടെ ഫ്ലോറിലേക്ക് ഒരു സിനിമാ താരം വരികയാണെങ്കിൽ അയാളുടെ നെഞ്ചത്തോട്ട് ചാടിക്കയറാൻ പോലും മടിക്കാത്ത അവതാരകരാണ് ഇപ്പോൾ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി മറുപടി തന്നെയാണ് ശ്രീ ഭാഗ്യലക്ഷ്മി കൊടുത്തത്. ഏറ്റവും വലിയ അഭിനന്ദനം. കാരണം 90% മാന്യന്മാരായ പുരുഷന്മാർ ഉള്ള ഒരു ഇൻഡസ്ട്രിയെ, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർ മൊത്തം സ്ത്രീകളെ ലൈംഗിക ചുവടിലെ കാമാസക്തിയോടെ നോക്കുന്നു, അല്ലെങ്കിൽ അവരെ കടന്നു പിടിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു എന്ന രീതിക്ക് ഈ വാർത്ത അവതരിപ്പിക്കുന്ന വാർത്താ അവതാരകരെ മുഖമടച്ച് അടിക്കണമെന്ന് പലപ്പോഴും തോന്നുന്നു. പക്ഷേ ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സിനിമയായിട്ട് അടുത്ത് നിൽക്കുന്ന, ബാക്കി ചർച്ചയിലിരുന്ന ധാരാളം പേരുണ്ടായിരുന്നു, അവർക്കൊന്നും സിനിമാ രംഗം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഭാഗ്യലക്ഷ്മിക്ക് അറിയാം സിനിമാ രംഗവുമായി അടുത്ത ഇടപെടി നിൽക്കുന്ന അവർ കൃത്യമായ മറുപടി പറഞ്ഞു. 10% ആളുകൾ എല്ലാ ഫീൽഡിലും ഉണ്ടാവും. എന്തിന് ഈ പിന്നെ വാർത്താ അവതാരകയുടെ ചാനൽ ഫ്ലോറിലും ഉണ്ടാകില്ലേ 10% ഞരമ്പന്മാർ? അവർ ചെയ്യുന്ന തെറ്റിന് ഈ ബാക്കിയുള്ള 90% ആണുങ്ങളും പഴി കേൾക്കേണ്ടി വരുന്നു. അതുപോലെ സിനിമാ രംഗത്ത് നിൽക്കുന്ന 10% ആണുങ്ങൾ എന്തെങ്കിലും വൃത്തികേട് അല്ലെങ്കിൽ ആരെങ്കിലും മുറിയിൽ പോയി തട്ടി വിളിച്ചാൽ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ഉള്ള സിനിമാക്കാരെല്ലാം അതിൻ്റെ പഴി കേൾക്കണമെന്ന് ഈ അവതാരക ഘോരം ഘോഷിക്കുന്നതിനാണ്. ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ഈ 90% മാന്യന്മാരായ പുരുഷന്മാരെ നിങ്ങൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു റിപ്പോർട്ടിൻ്റെ ഒരു പേജ് മാത്രം എടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു? മലയാള സിനിമയിലെ പിന്നെ നടന്മാരും സംവിധായകരും അണിയറ പ്രവർത്തകരുമായ പുരുഷന്മാരെല്ലാം സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകളെ കടിച്ചു കീറാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ കടിച്ചു കീറി രക്തം കുടിക്കാൻ നിൽക്കുന്നു എന്ന രീതിക്ക് വാർത്ത അവതരിപ്പിച്ച ഈ അവതാരകയ്ക്ക് നാണമില്ല, ലജ്ജയില്ല. അവരെ പോലെ ഉള്ളവർക്ക് മറുപടി അറിയിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് അമ്മ എന്ന സംഘടന എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നാണ്. ഇവർ മറുപടി എന്തറിയിക്കുന്നതാണ് ഇതിനകത്തുള്ളത്? ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് ഒരു പരാമർശമില്ല ഈ റിപ്പോർട്ടിൽ. പൊതുവെ പറഞ്ഞു പോകുന്നു ഇങ്ങനെ ചില ഇൻസിഡൻറ്റുകൾ ഈ സിനിമയ്ക്കകത്ത് നടക്കുന്നു. ഒരു പർട്ടിക്കുലർ വ്യക്തിക്കെതിരെ പരാതിയില്ല, ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. പൊതുവിൽ പറയുന്ന ഒരു കർഷകനെ കേസെടുക്കണം, അല്ലെങ്കിൽ അമ്മ സംഘടന പിരിച്ചുവിടണമെന്നൊക്കെയാണ് ഘോരം ഘോഷിക്കുന്നത്. ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇഷ്ടമില്ലാത്ത ഒരു തൊഴിലെടുക്കാൻ ഇവരെ ആരാ നിർബന്ധിക്കുന്നതെന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇഷ്ടമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കരണത്തടിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ മടിയില്ലാത്ത ഒരു ജനറേഷനാണ് പുതിയ ജനറേഷൻ. അത് ഓൾഡ് ജനറേഷൻ ആണെങ്കിലും പുതിയ ജനറേഷനാണ്. അങ്ങനെയുള്ളവരുടെക്കിൽ എൻ്റെ മേഖല ഇത് തന്നെയാണ്, എന്ത് കഷ്ടപ്പാടും സഹിച്ച് ഞാൻ നയൻതാരയോ ഒരു മഞ്ജു വാര്യരോ ഒരു കരീന കപൂറോ ഒക്കെ ആകുമെന്ന് ശ്രമിച്ചു വരുന്ന പെൺകുട്ടികൾ, അവർക്ക് കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ ആരെങ്കിലും തള്ളിക്കൊണ്ട് മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. അതല്ലാതെ എന്നെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ എന്നതാ പീഡിപ്പിക്കുന്നു. ഇന്നലെ മുതൽ കാണുന്നതാണ്. സകല ഞാഞ്ഞൂലുകളും നിലനിൽക്കിയിട്ടുണ്ട്. ഈ ഷമീദ് അന്തരിച്ച മഹാനായ നടൻ്റെ മകൾ, അവരാദ്യമായിട്ടാണ് പൊതു സമൂഹം കാണുന്നത്. അവർ വന്നിരുന്ന് പറയുന്ന ചർച്ചകൾ, അല്ലെങ്കിൽ ഈ തിലകനെ വിലക്കിയതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോഴും ആ ചർച്ച വഴിതിരിച്ചുവിടുന്ന ഉദ്ദേശം എന്താണ്? ആർക്കും ആരെക്കുറിച്ച് എന്ത് ചെറ്റത്തരവും പറയുന്ന രീതിയിലേക്ക് ഈ മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ട് മാറുന്നു? വളരെ മാന്യമായ ഒരു മേഖല, എത്രയോ മാന്യന്മാർ പണിയെടുക്കുന്നൊരു മേഖല, എത്രയോ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നമേകുന്ന ഒരു മേഖല,
സിനിമ എന്ന് പറയുന്നത് വളരെ വലിയൊരു വ്യവസായം തന്നെയാണ്. അതിനകത്ത് പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവരെയല്ലേ മാറ്റി നിർത്തപ്പെട്ട മൊത്തം സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൊത്തം മലയാള സിനിമയിലെ നടന്മാർ മൊത്തം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നതിനാണ്. എൻ്റെ മകൾ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞ് സെറ്റുകൾ കയറി ഇറങ്ങുന്ന എത്ര അമ്മമാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും 2 സിനിമയിൽ ഞാൻ പരാജയപ്പെട്ടാൽ മൂന്നാമത്തെ സിനിമയിൽ ഞാൻ എന്തിനും റെഡിയാണ് അല്ലെങ്കിൽ എന്തിനും അഡ്ജസ്റ്റ്മെൻറ്റ് റെഡിയാണ്, എനിക്ക് എൻ്റെ നായികയായി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുന്ന എത്രയും മുൻനിര നായികമാരുണ്ട്. അവർക്കൊക്കെ സ്വയം അല്ലെങ്കിൽ നമ്മൾക്കിത് താല്പര്യമില്ല, മാന്യമായിട്ട് തൊഴിലെടുക്കാനാണെങ്കിൽ ശരി, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിതിന് വരുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നടിമാർക്കില്ല. എന്തിനാണ് അവരുടെ ഈ പേടിച്ച് വിരണ്ട് ചാനൽ ചർച്ചകളിൽ പറയുന്നത് പേടിച്ച് വിരണ്ട് ഹോട്ടൽ മുറിക്കകത്ത് അടച്ചിരിക്കുന്നത്? പേടിച്ച് വിരണ്ട് ഒരു രാത്രിയിലേ അടച്ചിരിക്കുള്ളൂ. പിറ്റേ ദിവസം രാത്രി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകുന്നില്ല? എന്തുകൊണ്ട് മാന്യമായിട്ട് ആ നിർമ്മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇന്നലെ വരെ എനിക്ക് അഭിനയിച്ചത് മതി, ഇന്നയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് നിർമ്മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് നേരെ എന്തുകൊണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തില്ല? പക്ഷേ കംപ്ലയിൻ്റ് ഇല്ല. കാരണം അവർക്കറിയാം ഇവിടെ നിന്നാൽ ഞാൻ നയൻതാരയാകും, അല്ലെങ്കിൽ മഞ്ജു വാര്യരാകും, അല്ലെങ്കിൽ കരീന കപൂർ ആകും. അതിനെക്കാട്ടി അപ്പുറത്തേക്ക് ചിന്തിക്കുന്നു. പണം, പ്രശസ്തി, പിന്നെ പൊതുവേദിയിലുള്ള ജനപിന്തുണ, ഇതൊക്കെ കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു പറ്റം ആളുകൾ, ഒരു വട്ടം സ്ത്രീകൾ, ഒരു വട്ടം പെൺകുട്ടികൾ അവർ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നു. അത് അവർ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി കടന്നു വരാൻ ശ്രമിക്കുന്നു. അതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാകും. പലതും സ്ത്രീ വിരുദ്ധമായതുകൊണ്ടായിരിക്കും അവർ പൊതു ഇടത്തിൽ പബ്ലിക് ഡൊമൈനിൽ പറയാത്തത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരാൾ ചുട്ട മറുപടി കൊടുത്ത് ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടപ്പോൾ അഭിമാനം തോന്നി. കാരണം അവർ സിനിമയായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ്, അവരുടെ ജീവിതമാർഗം സിനിമയാണ്. ഈ അവതാരകരോ അല്ലെങ്കിൽ മറ്റ് സഹപാനലിസ്റ്റുകളോ അവർക്കൊന്നും ഈ സിനിമ ഒരു ജീവിത വരുമാനമല്ല. ഇവർക്ക് ഈ ചർച്ച പോയാൽ മറ്റൊന്ന് വേറൊരു ചർച്ച. പക്ഷേ ഭാഗ്യലക്ഷ്മി പോലുള്ള സിനിമ കൊണ്ട് വരുമാനമുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കും? അവർക്ക് സിനിമയിൽ നടക്കുന്നു എന്ന് പൊതുസമൂഹം ആരോപിക്കുന്ന സിനിമാക്കാരെ കുറിച്ച് പബ്ലിക് ഡൊമൈനിൽ വളരെ തെറ്റായ ഒരു ധാരണ പരത്താൻ ഈ സംഭവങ്ങൾ ഉപകരിക്കുമെങ്കിൽ അതിനെതിരെ ചേർക്കാൻ ഭാഗ്യലക്ഷ്മി പോലെ കൂടുതൽ സിനിമാ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാഡ്സ് കവലി വീണ്ടും കാണാം. ചുള്ള ചായക്കട്ടെ.